പ്രവാചക ശൃംഖലയുടെ പൂർത്തീകരണ ശേഷം പ്രബോധന ബാധ്യത ഏൽപ്പിക്കപ്പെട്ടവരാണ് സ്വഹാബികൾ. ലക്ഷക്കണക്കിന് വരുന്ന സ്വഹാബി സമൂഹത്തിൽ ആരെ പിന്തുടർന്നാലും അവർ സത്യമാർഗത്തിലാണെന്നാണ് ഇസ്ലാമിന്റെ പ്രഖ്യാപനം. എന്നാൽ ഇസ്ലാം വിരുദ്ധ വഹാബിസം ഇവിടെ പ്രചരിപ്പിക്കുന്നതോ പിന്നെയുള്ളത് ഉമറിന്റെ കാലത്താളുകൾ നമസ്കരിച്ചിരുന്നു എന്നതാണ്. ഉമറിന്റെ കാലത്താളുകൾ നമസ്കരിച്ചു എന്നത് ഇസ്ലാമിൽ തെളിവല്ല. ഈ ഇസ്ലാമിൽ അന്നാസ് എന്നതിൽ സ്വഹാബത്ത് വന്നു എന്ന് തന്നെ കരുതുക. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഹദീസുകളും സ്വീകാര്യോഗ്യമല്ലാത്ത ഹദീസുകളുടെ കൂട്ടത്തിലാണ് പണ്ഡിതന്മാർ എണ്ണിയിരിക്കുന്നത്. പിന്നെ മക്കത്ത് അങ്ങനെയില്ലേ എന്നാണ് മറ്റൊരു ചോദ്യം. മക്കത്തേക്ക് നോക്കാനല്ല ഇസ്ലാം പറഞ്ഞത്. അപ്പൊ സുഹൃത്തുക്കളെ, മക്കത്തേക്കും മദീനത്തേക്കും ഇങ്ങനെ ചൂണ്ടാൻ ഇവിടെ രണ്ട് ഭാഗം. അവിടെ തറാവീഹ് 20 ആണ്. അവിടെ തറാവീഹ് എങ്ങനെയാണ്? അവിടെ ഭാഷ അറബിയാണ് എന്നിങ്ങനെ പറയുമ്പോ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ട. എന്നാ പിന്നെ സുഹൃത്തുക്കളെ, നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഈ മക്കയും മദീനയൊക്കെ നിങ്ങൾക്ക് വലിയ തെളിവാന്നല്ല പറയുന്നത്. മക്കത്തും മദീനത്തും ഒക്കെ ഉള്ളപ്പോ അങ്ങനെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ മക്കത്തുക്കും മദീനത്തുക്കും നോക്കണമെന്ന്? പറഞ്ഞിട്ടില്ല. നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ മക്കത്തുക്കും മദീനത്തുക്കും നോക്കണമെന്ന്? വിമർശനങ്ങൾക്ക് അതീതമാണെന്നോ, ഇമാം ബുഖാരി മഅസൂമാണെന്നോ, ആ രണ്ട് ചട്ടക്കുള്ളിലുള്ളതെല്ലാം സത്യസമ്പൂർണമാണെന്നോ ആർക്കും ഇവിടെ വാദമില്ല. ഇതെന്നാ പറഞ്ഞത്? ഞാൻ 60 ഹദീസ് ലൈഫാക്കിയിട്ട് മുജാഹിദ് എന്തെങ്കിലും നഷ്ടപ്പെട്ടുള്ള സുന്നത്ത്? 60 ഹദീസ് ലൈഫാക്കിനെ പറയില്ലാതെ കൂട്ടാൻ ഞാൻ ലൈഫാക്കിയോണ്ട് മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിച്ചു പോകുന്ന ഏത് വിശ്വാസത്തിന് നഷ്ടം സംഭവിച്ചത്? ഏത് സുന്നത്തെ അവർക്ക് നഷ്ടപ്പെട്ടത്? അല്ലാഹു ഇഷ്ടപ്പെട്ടവർ സഹാബികൾ, അവരോട് ക്രോധം വെച്ചതാണ് തലഫികൾ. കരിഞ്ചന്തയാണ് സ്വഹാബ ചെയ്തിട്ടുള്ളത്. ഇസ്ലാം അതിൽ പാല കൃത്രിമം കാണിച്ചത്. അബൂ ഹുറൈറ തമീമുദ്ദാരി മഹാനവർ ജുദായിസം ഇസ്ലാമിൽ ചേർത്തി എന്നവർ. ഇബ്നു സലാമും ഇവരിലാണ് പെട്ടതും എന്നുള്ള പ്രചരണമാണ് തലഫിക്കുള്ളതും. കൂടാതെ ഇതിനാരും നിന്നവർ ഖലീഫമാർ, ഒന്നാമതുമറും പിന്നെ ഉസ്മാൻ എന്നവർ. ഇവർക്കുള്ള വാദമീതൊക്കെയും നീ കാണുമേ. ഇവർക്കുള്ള ബുക്കിൽ നോക്കൂ നാറ്റം തുടരുമേ. മെയിലക്കമിൽ മാനാറാതിൽ വിവരിച്ചതാ 59 കൊല്ലമിൽ നോക്കേണ്ടതാ. സ്വഹാബി മാർഗം പലതുമായി തള്ളുന്നതാ. ബാങ്കും തറാവീഹും ഇതിൽ പെട്ടുള്ളതാ. സ്വഹാബത്തിൻ്റെ തെളിവല്ലെന്ന് മുജാഹിദിനെ ദാവീദ എഴുതുന്ന്. ജുമുഅന്റെ ഖുതുബ ബുക്കതിൽ നോക്കേണ്ടതാ. 84 പേജതിൽ കാണുന്നതാ. പരിശുദ്ധ റമളാൻ മസ്ജിദുൻ നബി തന്നിലായി 12 റക്അത്ത് തറാവീഹിൽ കരിഞ്ചന്തയായി. ഉമറും സ്വഹാബ താബിഈങ്ങൾ കൂട്ടമായി പരിശുദ്ധ സലഫൊക്കെയും അതിലൈക്യമായി. മുജാഹിദിൻ വിശ്വാസമാണെന്നോർക്കണേ. ഈ ജാതി ജഹലിൽ നിന്ന് നാദാക്കാക്കണേ. പരിശുദ്ധമാം നബി ശിഷ്യരാണെന്നറിയണേ.
അവരോട് അപരാധം പൊറുക്കില്ലെന്നോർക്കേണേ. സഹാബത്തിൻ്റെ പേരിലുള്ള ആരോപണം ഇവർ കൊണ്ട് പിന്നെയും മുത്തലാഖിൽ ഓർക്കണം. നബി കലാമിൽ ആ മുത്തലാഖ് ഒന്നാ, ഉമറിൻ്റെ ചെയ്തിയിൽ മുത്തലാഖ് മൂന്നാ. ശരീഅത്തിൻ ഭേദഗതിയാരോപണം സഹാബത്തിൻ്റെ പേരിലാണെന്നോർക്കണം. പൗരോഹിത്യം സ്വഹാബാപ്പേരിൽ ചേർക്കണം. പൊട്ടൻ്റെ തലയിൽ തീയിനെന്ത് ഭയക്കണം. ഇവർക്കുള്ള വിശ്വാസം നിനക്ക് വേണ്ട, മണ്ട